എഡിറ്റർ ബി ലെനിൻ, അതായത് കാതലൻ, ജെൻറ്റിൽമാൻ, അമരം, ഞാൻ ഗന്ധർവൻ, പത്മരാജൻ, ഭരതൻ പത്മരാജൻ, അവരുടെ ഭരതൻ സാറിൻ്റെയും പത്മരാജൻ സാറിൻ്റെയും മലയാളത്തിലെ മിക്ക സിനിമകളും എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതേപോലെ ശങ്കർ സാറിൻ്റെ പ്രധാന എഡിറ്ററായിരുന്നു. ജെൻറ്റിൽമാൻ എന്ന് പറയുന്ന ഹിറ്റ് സിനിമയുടെ എഡിറ്ററാണ്. ബി ലെനിൻ, ബി ടി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം തന്നെ അടയാളപ്പെടുത്തും. അതൊരു ഹിറ്റുകളുടെ രാജാക്കന്മാരായിരുന്നു. ഡയറക്ടറെ പോലും അറിയാത്ത കാലഘട്ടത്തിൽ പോലും ഈ എഡിറ്റർമാരെക്കുറിച്ച് അന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള തമിഴകം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇളയരാജയിലൂടെയും ഭാരതി രാജയിലൂടെയൊക്കെ കുറേ സംസാരിച്ചിട്ടുള്ളൊരു പേരാണ്. ഇതിൽ ബി ലെനിനാണ് എൻ്റെ ഗുരുനാഥൻ. അപ്പോൾ എൻ്റെ ഗുരുനാഥനാവുന്നത് ഞാൻ ഈ പറഞ്ഞ ജീവിതത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ പോലെ ചെറിയ ബോധോദയമൊക്കെ വന്ന് പണിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലെനിൻ സാറിന് തൃപ്പൂണിത്തുറ ഈ പാലസ് ഓവൽ ക്രിക്കറ്റ് ഗ്രൗണ്ട്, ഞാൻ പറഞ്ഞില്ലേ എന്നെ ആദ്യം ഈ കള്ള് ഷാപ്പിൽ നിന്ന് പൈസ കൊടുക്കാതെ ഓടിയിട്ട് പിടിച്ച സ്ഥലമുണ്ടല്ലോ, അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു വീടുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് മലയാളിയാണ്, ആലപ്പുഴയാണ് മാമി. അവർ ഈ പിള്ളേരുടെ പഠിത്തത്തിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് തൃപ്പൂണിത്തുറയിൽ ഈ 90 കാലഘട്ടങ്ങളിൽ വാങ്ങിച്ചിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ചിന്മയ സ്കൂളിലാണ് സാറിൻ്റെ മക്കൾ 2 പേര് പഠിച്ചിട്ടുള്ളത്. 2 പെൺകുട്ടികളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വീടാണ്. അപ്പോൾ സാറ് ഇടയ്ക്ക് അവിടെ വന്ന് കഥ എഴുതുകയും കാര്യങ്ങളൊക്കെ നടത്തി പോവുകയും ചെയ്യുമായിരുന്നു എന്ന് പിന്നീട് അറിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് റസാലൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ സിവിൽ സപ്ലൈയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്, നമ്മുടെ പേട്ട വെയർഹൗസിൽ ജോലി ചെയ്യുന്ന. അപ്പോൾ ഇദ്ദേഹത്തിനോട് ലെനിൻ സാറ് പറഞ്ഞു, നമുക്കിവിടെ നാടകത്തിലൊക്കെ തിയേറ്റർ പേഴ്സണായിട്ടുള്ള പിള്ളേരുണ്ടെങ്കിൽ നല്ല കറുത്ത നിറമൊക്കെ ഉണ്ടായിട്ട് നല്ല ചുരുണ്ട മുടിയും, നമ്മൾ തമിഴ് പടമാണ് അവിടുത്തെ ആൾക്കാരെ വെച്ച് ചെയ്യാം, പക്ഷേ നമുക്ക് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുറേ കൂടി നല്ലതാണ്. അപ്പോൾ അത് മലയാളത്തിലും ചെയ്യാൻ വേണ്ടിയിട്ട്, തമിഴിലും മലയാളത്തിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഓഡീഷൻ നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ റസാലൻ സാറിൻ്റെ സുഹൃത്താണ് ഈ ശെൽവരാജ്. ഞാൻ ആദ്യം പറഞ്ഞ എന്നെ നാടകം പഠിപ്പിച്ചിട്ടുള്ള ശെൽവരാജ്. അപ്പോൾ ശെൽവൻ ചേട്ടൻ വെയർഹൗസിലെ ലോഡിങ് പണിക്കാരനാണ്. ശെൽവൻ ചേട്ടനോട് ഇന്ന പോലെ ഈ റസാലൻ സാറ് പറഞ്ഞു ഇന്ന പോലത്തെ ഒരാളെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ശെൽവൻ ചേട്ടൻ എന്നെ റെഫർ ചെയ്ത് എന്നെ വിളിച്ചിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എടാ നീ ഇങ്ങനെ ലെനിൻ എന്ന് പറയുന്ന ഒരു സാറുണ്ട്, ഡയറക്ടറുണ്ട്, തമിഴാണ്, ആ സാറിൻ്റെ അടുത്ത് പോകണം, റസാലൻ സാറിനെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞ് പേട്ടയിൽ ഞാൻ റസാലൻ സാറിനെ പോയി കാണുന്നു. സാറ് ഇന്ന സ്ഥലത്ത് വരാൻ പറയുന്നു. അങ്ങനെ ഞാൻ സാറിനെ പോയി ലെനിൻ സാറിനെ കാണുന്നു. അപ്പോൾ സാറ് ആദ്യം തന്നെ പറയുന്നത്, ഒരു കുടികാരൻ മാതിരി ആറ്റ് പെണ്ണ് എന്ന് പറഞ്ഞു. ഒരു കള്ളുകുടിയനെ പോലെ അഭിനയിക്കാനാണ് പറയുന്നത്. ഇതിൽ പരം സന്തോഷം വേറെ വല്ലതും വേണോ? കാരണം നമ്മളതാണല്ലോ, നമ്മളിനി എന്താ അഭിനയിക്കാൻ? അപ്പോൾ ഒരു കുടികാരൻ്റെ എല്ലാ അനക്കങ്ങളും ഭാവങ്ങളും ശബ്ദവും ചലനവും ഒക്കെ അറിയാമല്ലോ. പല്ലുകടിയും എന്താ പറയുക, അവൻ കഥ പറയുന്നത് എങ്ങനെയായിരിക്കും, അവനെപ്പോൾ കരയും, ഇതൊക്കെ കൃത്യമായി അറിയാമല്ലോ. അപ്പോൾ ഇത് അഭിനയിച്ചു. ഞാനിങ്ങനെ കുടിച്ചിട്ട് വരുന്ന പോലെ ഒരു സിറ്റുവേഷൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു മോണോലോഗ് ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ് ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഇറങ്ങിപ്പോടാ, ഇറങ്ങ് നീ, ഞാൻ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒച്ചയെടുത്തു. വളരെ നാച്ചുറലായിട്ട് പുള്ളി ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട്, ഇറങ്ങ്, നീ ആരാ, നീ എന്താ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണം, തമിഴിൽ എൻ്റെ കഴുത്തിനെ പിടിച്ച് മുതുകത്ത് പിടിച്ച് തള്ളുകയും ഇറങ്ങെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആ ക്യാരക്ടർ വിടാതെ തന്നെ കരയും. അദ്ദേഹം പറഞ്ഞ ആ ഡയലോഗുകളായിട്ട് ഇംപ്രവൈസേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇതിനെ
അങ്ങോട്ട് കൊണ്ടുവരികയും മാക്സിമം അവസാനം വരെ ആ ക്യാരക്ടറിനെ വിടാതെ പിന്തുടർന്ന് അദ്ദേഹം പറയുന്നതിനൊക്കെ കാലിൽ വീണ് ഉരുണ്ട് മറിഞ്ഞ് കരഞ്ഞ് കുറേ പെർഫോമൻസൊക്കെ നടത്തിയപ്പോൾ പുള്ളി വേഗം ഓക്കെ മതി ഗുഡ് എന്ന് പറഞ്ഞു. ഞാൻ റസാലിനോട് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പോയി. അങ്ങനെ അതിൽ സെലക്ഷനായി എന്നുള്ളൊരു സന്തോഷ വാർത്ത റസാലൻ സാറ് അറിയിക്കുന്നു. പിന്നെ എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അപ്പോൾ അതുവരെ ഉള്ള ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ കൽപ്പണിക്ക് പോകുന്നു, പെയിൻറ്റിങ്ങിന് പോകുന്നു, ചമ്പക്കരയിൽ മീൻ വെട്ടാൻ പോകുന്നു, അങ്ങനെ പല പല പണിക്കും പോകുന്നു, പൈലിങ്ങിൻ്റെ പണിക്ക് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സിനിമയിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാവരെയും തോൽപ്പിക്കണം, അല്ലെങ്കിൽ ഈ നാണം കെട്ട് നടന്ന, അല്ലെങ്കിൽ ഇങ്ങനെ തോറ്റ് നടന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അത് മാറി ഞാൻ നന്നായി, ഞാൻ ദേ രക്ഷപ്പെട്ടു, ഞാൻ നടനായി എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിമ്മൽ, ഒരു ആക്രാന്തം, എത്രയും പെട്ടെന്ന് നന്നാവണം എന്നുള്ളൊരു ഇത്. പിന്നെ അതേപോലെ കളിയാക്കിയവരെയും ചീത്ത പറഞ്ഞവരെയൊക്കെ ഒന്ന് തോൽപ്പിക്കണം, വേഗം അടിച്ചിറക്കി ലെനിൻ സാറിൻ്റെ അടുത്ത സിനിമയിലെ നായകനായിട്ട് എന്നെ സെലക്ട് ചെയ്തു എന്ന് ഞാൻ തന്നെ ഒരു പരസ്യം നാട്ടിലിറക്കി. അപ്പോൾ ഈ ലെനിൻ സാറ് എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലുള്ള, അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയുള്ള എല്ലാവരും കരുതിയിരുന്നത് ലെനിൻ രാജേന്ദ്രനാണ്. അപ്പോൾ ലെനിൻ രാജേന്ദ്രൻ്റെ പടത്തിലോ എന്ന് പറഞ്ഞ് ഇത് കേട്ടവർ കുറേ പേര് അവരുടേതായ കുറേ ഇത് പറഞ്ഞു. അപ്പോൾ വെറുതെ തള്ളണമാണ്, അവനവിടെ പോകാൻ ആര് ചാൻസ് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഈ അകത്തുള്ള ആരും കേൾക്കാതെയുള്ള സംഭാഷണങ്ങളൊക്കെ ഒരു സൈഡിൽ നടന്നു. പിന്നെ സാറ് എന്നെ അയാളോട് പറഞ്ഞ് ഇത്രാം തീയതി ചെന്നൈക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നൈക്ക് പോകാനായിട്ട് കുറച്ച് പൈസ കളക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വല്യച്ഛൻ്റെ മോൻ സുന്ദരൻ ചേട്ടൻ്റെ അടുത്ത് പോയി. ചേട്ടൻ കുറച്ച് പൈസ എനിക്ക് തന്നു. അതേപോലെ ഞങ്ങളുടെ മുളന്തുരുത്തിയിലെ അമ്പലം പറഞ്ഞല്ലോ, അമ്പലത്തിൽ നിന്ന് വിശ്വനാഥൻ എന്ന് പറയുന്നത് വിശ്വണ്ണൻ, അവിടുന്ന് ആ ഭഗവതിയുടെ ആ നടയിൽ വെച്ച് കുറച്ച് പൈസ തന്നു. അങ്ങനെ ചിലവിന് കുറച്ച് നാൾ, ഇപ്പോൾ ഒരു മാസമൊക്കെ നിൽക്കേണ്ട വന്നാൽ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ വീട്ടിലൊന്നും വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല, കാരണം ഇപ്പോഴുള്ള ഒരു കുറ്റബോധം അന്ന് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു തിരിച്ചറിവ് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ എൻ്റെ ഭാഗത്തൊരു ന്യായീകരണം കണ്ടുവച്ചിരുന്നു. ഞാനിങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്നെ ആശുപത്രി കൊണ്ട് ഇവരെന്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, എൻ്റെ കുടി നിർത്താൻ ഇവരെന്താ ശ്രമിക്കാത്ത, അപ്പോൾ ഞാൻ നശിച്ചു പോകണമെങ്കിൽ പോട്ടെ എന്നല്ലേ ഇവർ വിചാരിക്കുന്നതെന്നുള്ള ശത്രു മനോഭാവത്തിലൂടെ തന്നെയാണ് ഞാൻ വീട്ടുകാരെ കണ്ടുകൊണ്ടിരുന്നത്. അമ്മയും ചേട്ടന്മാരെയൊക്കെ. അമ്മയ്ക്ക് എന്നോട് താല്പര്യമില്ല. എന്നൊക്കെ ഉള്ള കുടി ഒരു ബ്രേക്ക് ചെയ്തെങ്കിലും, കൺട്രോൾ ചെയ്തെങ്കിലും പൂർണ്ണമായും നന്നായിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ഈ പൈസയൊക്കെ ആയിട്ട് ചെന്നൈക്ക് കയറുകയാണ്. വിനോദ്, പിന്നെ സജീർ, അങ്ങനെ 1-2 സുഹൃത്തുക്കൾ എന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാനായിട്ടാണ്. അത് 8 മണിക്കുള്ള ചെന്നൈ എക്സ്പ്രസ്, 8:15 തോന്നുന്നു. ടിക്കറ്റൊക്കെ റെഡിയാക്കി തന്ന വിനോദാണ്. അപ്പോൾ സ്ലീപ്പറിലാണ് പോകുന്നത്, ലോക്കലല്ല. ആദ്യത്തെ പോക്കാണ്, വളരെ ഫ്രഷായിട്ടുള്ള ഫസ്റ്റ് പോക്കാണ്. അപ്പോൾ അത്യാവശ്യം കരുതലൊക്കെ ഉണ്ട്. പിന്നെ ഈ പറ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ അത് വായിക്കുന്ന ആളുകളുടെ ജീവിതമാണ് ഈ സിനിമ, ഈ കഥ. അപ്പോൾ അത്യാവശ്യം അവർ കുറച്ച് ബോഡിയൊക്കെ സ്കെൽറ്റായിട്ടുള്ള ആളുകളാണ്, ഇങ്ങനെ ഭയങ്കര ബൾക്കി ആയിട്ടുള്ള ആളുകളല്ല. അപ്പോൾ ഒരു ചെറിയ ഡയറ്റൊക്കെ വേണം, അങ്ങനത്തെ ആലോചനയൊക്കെ ഉണ്ട്. സ്വയം, അത് സാറ് പറഞ്ഞതല്ല, സ്വയം ഡെഡിക്കേഷൻ്റെ ഭാഗമായിട്ട് ഡയറ്റ് പിടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഈ ട്രെയിനിൽ കയറ്റി ടാറ്റയൊക്കെ കൊടുത്ത് ട്രെയിൻ വിട്ടു. അങ്ങനെ ഇരുന്ന് ആ സീറ്റിലിരുന്ന് സ്വപ്നം കാണാൻ തുടങ്ങി. എന്താ പറയുക, എല്ലാവരും കാണുന്ന പോലെ തന്നെ നമ്മൾ സിനിമയിൽ പോകുന്നു, ഈ സിനിമ ഇതാവുന്നു, വന്നു കഴിയുമ്പോൾ ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പോകുന്നു. അപ്പോൾ ഈ കിടന്നാണ് പോകുന്നത്, സ്ലീപ്പറാണ് കിട്ടിയേക്കണത്. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. രാവിലെ 7:45-8 മണിയാകുമ്പോൾ ചെന്നൈ ആവുന്നു. അപ്പോൾ അതിനു മുമ്പ് ഒരു 6:30 മുതൽ ഈ ആയോ എന്നുള്ള ടെൻഷൻ. ചെന്നൈ ആയോ നമുക്ക് ബസ്സിലൊക്കെ ചോദിക്കണമല്ലോ, ചോദിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഇത് ചെന്നൈ വരെ ഉള്ളൂ.
അതുകൊണ്ട് വഴി തെറ്റിപ്പോവില്ല. അപ്പോൾ ഇങ്ങനെ ചെന്നൈ കാണാനുള്ളൊരു കൊതി, ചെന്നൈയിലേക്ക് ഇറങ്ങാനുള്ളൊരു ആവേശം, അങ്ങനെ 6 മണി മുതൽ ഡോറിൻ്റെ അവിടെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഈ പല പല ആളുകൾ വന്ന് കയറി ഇറങ്ങി പോകുന്നു, അവരെയൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ചെന്നൈയിൽ കാല് കുത്തുകയാണ്. അപ്പോൾ കാല് കുത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് വലത്തേക്കാൽ ഇടത്തേക്കാൽ ഒക്കെ നോക്കി വലത്തേക്കാൽ വെച്ച് ഇറങ്ങണം. വലത്തേക്കാൽ വെച്ച് ഇറങ്ങുന്നു. ഈ തമിഴിൻ്റെ നാഥനായിട്ടുള്ള മുരുകനെ മനസ്സിൽ ധ്യാനിക്കുന്നു. ആണ്ടവാ എന്ന് പറയുന്നു. നേരെ ഈ സെൻട്രൽ സ്റ്റേഷൻ്റെ പുറത്ത് വന്നിട്ട് തന്നിട്ടുള്ള നമ്പറിൽ മാരുതി എന്ന് പറയുന്ന അസിസ്റ്റൻറ്റിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. മാരുതീനെ വിളിക്കുന്നു. മാരുതി പറഞ്ഞു തരുന്ന റൂട്ടനുസരിച്ച് നിന്ന വണ്ടിയിൽ കയറി ടി നഗറിൽ വരാൻ പറയുന്നു. അങ്ങനെ ടി നഗറിൽ പോകുന്നു. രാവിലെ തന്നെ ഒരു സ്റ്റുഡിയോ, ഒരു തിരക്കുള്ള ടൗൺ, അതിൻ്റെ അങ്ങോട്ട് കയറിയിട്ട് കുറച്ച് ചന്തകളൊക്കെ കയറി അവിടെ ഒരു സ്റ്റുഡിയോ, അവിടെ ഒരു റൂമുണ്ട്. അപ്പോൾ ആ റൂം കാണിച്ചു തരുന്നു. മാരുതിയെ കണ്ടു. സാറിപ്പോൾ വരുമെന്ന് പറഞ്ഞു. പിന്നെ സാറ് വന്നു. സാറ് വന്നിട്ട് അപ്പോൾ സാറ് വെള്ളയും ധരിച്ചിട്ടുള്ളൊരു മനുഷ്യൻ, ഭസ്മമൊക്കെ തൊട്ടിട്ടുണ്ട്, ചെറിയ പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. എന്താ പറയുക, തൃപ്പൂണിത്തുറ കണ്ട ലെനിൻ സാറല്ല ഇവിടെ കാണുമ്പോൾ. തൃപ്പൂണിത്തുറയിൽ അവിടെ വീട്ടിൽ കണ്ട, അതാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം ഈ ചെന്നൈയുടെ ഒരു മുഖമായി മാറി. അപ്പോൾ ലെനിൻ സാർ വന്ന് കുളിച്ച് റെഡിയാവും, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാണാം എന്ന് പറഞ്ഞു. സാറ് പോയി. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അപ്പോൾ ഞാൻ ഈ ബാഗൊക്കെ വെച്ചു, കുളി പാസ്സാക്കി ഇറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട് പോകും. അപ്പോൾ നമ്മൾ ഡയറ്റ് ആണല്ലോ, അപ്പോൾ കുറച്ച് പൈസ ഉണ്ട്. ഇനിയിപ്പോൾ സാറെന്തായാലും അഡ്വാൻസ് തരും, അതാണ് നമ്മളുടെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ ഇപ്പോൾ കയ്യിലുള്ള പൈസ ഇനിയിപ്പോൾ അങ്ങനെ പിടിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് എന്തായാലും അഡ്വാൻസ് തരുമല്ലോ, ഒരു ശമ്പളം എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ നേരെ ഒരു കരിക്ക് വാങ്ങുന്നു. ആദ്യം തന്നെ കരിക്കാണ് ഫ്രഷായിട്ട് കുടിക്കുന്നത്. അത് കഴിഞ്ഞ് പതുക്കെ പോയിട്ട് ക്യാരറ്റ് ജ്യൂസ്, പിന്നെ കുറച്ച് കാഷ്നട്ട്, ബദാം, അതൊക്കെ വാങ്ങിച്ച് ശേഖരിക്കുന്നു. ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ നമ്മൾ ഇനി സിനിമാ നടൻ എന്ന് പറയുന്നൊരു ലൈഫ് ഫോളോ ചെയ്യണം. സാറ് വന്നിട്ട് മണിമാരൻ എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവരുന്നു. മണിമാരൻ്റെ അടുത്ത് പരിചയപ്പെടുത്തുന്നു. ഇവർ കൂടെ പോയി ചില വിഷയമെല്ലാം പോയി ഇപ്പോൾ കത്ത് കിട്ടുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ കയറി പോകുന്നു. പോയിട്ട് വെയിലെന്ന് പറഞ്ഞാൽ മദ്രാസിലെ വെയിൽ ഒരുമാതിരി വെയിലാണ്, അവിഞ്ഞു പോകും മനുഷ്യൻ. ആ വെയിൽ കൊണ്ട് ഈ ബൈക്കിൻ്റെ പുറകിലിരിക്കുക. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോ കഥകൾ തമിഴിൽ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. മണിമാരൻ എന്ന് പറയുന്ന ആൾ ബുദ്ധർ കലഞ്ചർ കൂട്ടം, അത് അങ്ങനൊരു ഗ്രൂപ്പ് വെച്ചിട്ടുള്ള ആളാണ്. അതിനകത്ത് പറ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതിങ്ങനെ റൗണ്ടിലിരിക്കും, അതിങ്ങനെയാണ് വായിക്കണത്. അതിപ്പോൾ കേരളത്തിലൊക്കെ ഫേമസ് ആണ്. നമ്മളുടെ കാവടിക്കും ഓരോ ആഘോഷങ്ങൾക്കൊക്കെ പറ വരുന്നുണ്ട്. പറയ്ക്കൊരു ചരിത്രമുണ്ട്. പറ വായിക്കുന്നത്, പറ കൊട്ടുന്നവർ കീഴ്ജാതിയിൽപ്പെട്ടവരാണ്, പ്രത്യേക സമുദായക്കാരാണ്. ആ സമുദായക്കാർക്ക് അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെൻസിന് ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശനമില്ല, ക്ഷേത്രത്തിൻ്റെ പുറത്ത് മാത്രമേ ഇത് ഉപയോഗിപ്പിക്കുകയുള്ളൂ. പിന്നെ ഇത് കൊട്ടുന്നവരെയോ ഈ ഇൻസ്ട്രുമെൻസോ ഈ ഉന്നത ജാതിയിലുള്ള ബ്രാഹ്മൺസൊക്കെ ആയിട്ടുള്ള ആളുകൾ, ഈ കാലത്തല്ല പഴയ കാലമാണ് പറയുന്നത്, ആ കാലത്ത് ഇത് കാണുന്നത് തന്നെ ഒരു നല്ല ലക്ഷണമല്ല. അപ്പോൾ ഒരു ലക്ഷണം കെട്ട ഇൻസ്ട്രുമെൻസും അത് വായിക്കുന്നവരുമായിട്ടാണ് അവിടെ ഒരു വിഭാഗം ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. ഇത് കൊട്ടുന്നവർ മരണത്തിന് കൊട്ടാൻ പോകുന്ന ആണുങ്ങൾക്ക് പണി, ഈ ചാവ് വീടുകളിൽ ഇത് കൊട്ടാൻ പോവുക. ഇവരുടെ സ്ത്രീകൾ ഒപ്പാരി
വെക്കുക എന്ന് പറയുന്നൊരു കലാരൂപമുണ്ട്. ഒപ്പാരി എന്ന് പറയുന്നത് അപ്പോൾ അതായത് ഒരു കുടുംബത്തിലൊരു മരണം നടന്നാൽ ഇപ്പോൾ മണികണ്ഠൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മണികണ്ഠന് വേണ്ടി കരയാൻ ആളില്ലെങ്കിൽ ഇവർ കരയും. അപ്പോൾ മണികണ്ഠൻ്റെ ഡീറ്റെയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ എന്ത് നല്ല മനുഷ്യനായിരുന്നു ദൈവമേ, മണികണ്ഠ മണികണ്ഠ നീ അവിടെ അന്ന് പോയപ്പോൾ ഞാൻ അന്ന് നിന്നോട് പറഞ്ഞല്ലേ മദ്രാസിൽ പോവണ്ട എന്ന്. മണികണ്ഠ ദേ ആരൊക്കെ വന്നേക്കണം നോക്കി, ദേ ലെനിൻ സാറ് വന്നേക്കണടാ മണികണ്ഠ. ഇങ്ങനെ മണികണ്ഠനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ മണികണ്ഠന് വേണ്ടി മണികണ്ഠൻ്റെ കഥ പറഞ്ഞ് കരയുന്ന ഒരു കലാരൂപമാണ് ഒപ്പാരി. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ ലെനിൻ സാറ് സിനിമ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും അതിന് വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ മണിമാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്നെ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് കൊട്ടൽ മാത്രമല്ല, അതിന് ഡാൻസ് ഉണ്ട്, പറയാട്ടം എന്നാണ് പറയുക. അപ്പോൾ അതിന് സ്റ്റെപ്പുകളുണ്ട്. അത് പാട്ട് പാടി ഡാൻസ് കളിച്ച് കൊട്ടും. മൾട്ടി ടാലൻറ്റഡ് ആണ് ആ ആളുകൾ. അത് എനർജി എന്ന് പറഞ്ഞാൽ 10 നാടകം കളിക്കുന്ന എനർജി വേണം. അത് ഒരു പാട്ട് പാടി കൊട്ടി ആടി തീർക്കണമെങ്കിൽ അത്രയും വേർത്ത് കുളിച്ചിങ്ങനെ തീക്കനൽ പോലെ നിൽക്കും അവർ ആ പെർഫോമൻസ് കഴിയുമ്പോൾ. അവരടുത്തേക്ക് പോകാൻ പറ്റില്ല, അത്രയും ചൂടായിരിക്കും. അങ്ങനെ ഭീകരമായ എനർജി വേണ്ട ഒരു കലയാണ്. അപ്പോൾ ഇദ്ദേഹം എന്നെ കൊണ്ടുപോയി ഇങ്ങനെ ഞാൻ ഓരോ ഇടവഴികളിൽ കയറുന്നു, ഓരോ വീട്ടിൽ പോകുന്നു. അവിടെ നിന്ന് ഈ പറ വാങ്ങിക്കുന്നു, എന്നിട്ട് അതെൻ്റെ കയ്യിൽ തരുന്നു, ഞാനത് പുറകിൽ പിടിക്കുന്നു. ഈ ഓരോ പോകെ ഇതിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതേപോലെ വെയിൽ, കഠിനമായിട്ടുള്ള ചൂട്, അതായത് മുഖമൊക്കെ ഇങ്ങനെ വലിഞ്ഞിട്ട് മൂക്കിലൊക്കെ മണ്ണ് കയറി ആകെ എന്താ പറയുക. രാജസ്ഥാൻ ഈ അടുത്താണ് ഞാൻ അറിയുന്നത് രാജസ്ഥാൻ അങ്ങനെയാണെന്നുള്ളത്. പക്ഷേ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാജസ്ഥാൻ ഇങ്ങനെയുള്ളൊരു സ്ഥലമാണ്, മുഖം വെണ്ട് കയറി പാടം പോലെ ആവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അനുഭവിച്ചത് ഈ മദ്രാസിൽ പോയപ്പോഴാണ്. അങ്ങനെ ഇതും കൊണ്ട് ഒരു വലിയ ഗ്രൗണ്ടിൽ ഓരോ സ്ഥലത്തും ഓരോ പെർഫോമൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അവിടെ ഒരു ലേഡി നല്ല ഹൈറ്റ് ഉണ്ടായിട്ട് 50-നും 40-നും ഇടയിൽ പ്രായം വരുന്ന ഒരു മേഡം ഓരോ കലാരൂപങ്ങൾ ഇങ്ങനെ ചിട്ടപ്പെടുത്തുന്നു. நீங்கள் അത് മൈക്കിലാണ് പറയണത്. അത് തന്നെ ഇതുവரைக்கும் റെഡി ആവலையே, அந்த കരകാട്ട ഗ്രൂപ്പ് എங்கே വാങ്ക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉത്സവ കണക്കിന് അവിടെ ഇവിടെയൊക്കെ ഓരോരോ പ്രോഗ്രാംസ്, മയിലാട്ടം, കരകാട്ടം, ചെന്നൈ ഫെസ്റ്റ് അങ്ങനെ എന്തോ ഒരു ഫെസ്റ്റ് വരുന്നു. അപ്പോൾ ആ ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഈ നാടൻ കലകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു പെർഫോമൻസ് റെഡിയാക്കുക. അപ്പോൾ അതിനകത്ത് കുറേ കൂത്തുപെട്ടർ എന്ന് പറയുന്ന അവിടെ ഒരു സംഘമുണ്ട്. കൂത്തുപെട്ടർ നാടക സംഘമാണ്. അന്ന് ഞാൻ അവിടെ വെച്ച് ഒരാളെ കണ്ടു. പൊക്കം കുറഞ്ഞിട്ട് കുറച്ച് മുടി ഇങ്ങനെ ഇവിടം വരെ ഉണ്ട്, കുറച്ച് ഗുണ്ടാണ് പുള്ളി. അവിടെ നല്ല സൗണ്ടിൽ പാട്ട് പാടും. നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനെ പോലെയുള്ള ശബ്ദമൊക്കെ, നാടൻ പാട്ടുകാരൻ, നാട്ടപ്പുറ പാടൽ എന്നാണ് അതിന് പറയുക. അപ്പോൾ നാടൻ പാട്ട് പാടുന്നു, അതേപോലെ ഈ പറയടിച്ചിട്ട് ഡാൻസ് കളിക്കുന്നു. അപ്പം ഞാൻ കുറേ നേരം അതൊക്കെ ഇരുന്ന് കണ്ടു. അപ്പോൾ ഈ മണിമാരൻ എൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങിച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പോയി. അപ്പോൾ ഞാൻ കുറേ നേരം പോസ്റ്റാണ് അവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാം. ആ കണ്ട ആളുടെ കാര്യം പറയാൻ കാരണം പിന്നീട് ആ മനുഷ്യനാണ് അന്തോണിദാസൻ എന്ന പേരിൽ ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന ഗായകനും. 1-2 സിനിമകളിൽ അദ്ദേഹം അഭിനയം ട്രൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൂത്തുപെട്ടറിൽ ഈ അവിടുത്തെ പ്രധാന ഒരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ അന്നേ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്കൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. അത്രയും എനർജറ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് എന്നെ ആ സംഘത്തിൽ ചേർത്തിട്ട് ഏതെങ്കിലും ഒരു ഇതിൽ എന്നെ പഠിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറേ നേരം നിന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം വന്നിട്ട് ചായ കുടിച്ചോന്ന് ചോദിച്ചപ്പോൾ ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്ത് പിടിച്ചോന്ന് പറഞ്ഞു. ഒരു പറ എൻ്റെ കയ്യിൽ തന്നു. ആ പറ ഇങ്ങനെ തോളത്തിട്ടിട്ട് അതിങ്ങനെ പിടിക്കണം. നമ്മൾ പിള്ളേരെ എടുക്കില്ലേ, അതേപോലെ ഈ പള്ളയിൽ വെച്ചിട്ട് ഒരു സൈഡ് ഇങ്ങനെ വയ്ക്കണം. ഈ 2 വിരലിൻ്റെ ഇടയിൽ ഒരു നീളത്തിൽ ഒരു ചെറിയ കനം കുറഞ്ഞൊരു വടി തരും. അത് ഇങ്ങനെ അത് എൻ്റെ വീട്ടിലുണ്ട് അത്. അപ്പോൾ അതിങ്ങനെ കൊട്ടണം. അത് ഈ സാധനം
കയ്യിൽ നിന്ന് ഇങ്ങനെ ഊർന്നൂർന്ന് പോവും. ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ മാസങ്ങൾ വേണ്ടി വരുമെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ഞാൻ എങ്ങനെയാണ് ഏകദേശം ഒരു 10 ദിവസം 20 ദിവസം കഴിഞ്ഞാൽ ഷൂട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഷൂട്ട് ഉണങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 20 ദിവസം കൊണ്ട് ഇത് എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളൊരു പേടി അപ്പം മുതൽ തുടങ്ങി. പിന്നെ ഇവരെല്ലാവരും നിരന്ന് നിൽക്കുക, ആ നിരന്ന് നിൽക്കുന്നതിൽ അറ്റത്ത് കൊണ്ടുപോയി എന്നെ നിർത്തി വന്നിട്ട് കണ്ട് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഒരു അടി അടിച്ച് കാല് വയ്ക്കുമ്പോൾ ഈ വടി പോവും, ഈ വടി സെറ്റ് ചെയ്യുമ്പോൾ ഈ വടി പോവും, അപ്പോൾ സ്റ്റെപ്പ് പോവും. ഇത് ആകെ താളവും കിട്ടുന്നില്ല. താളം നമ്മൾ പഠിക്കാൻ വന്ന ഒരാളാണെന്നുള്ളൊരു ഇതിലല്ല അവർ കൊട്ടുന്നത്. അവർ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കൊണ്ടുപോയി നിർത്തി ആകെ കൺഫ്യൂഷനാക്കി, ആകെ എന്താ പറയുക, ബേജാറായി. വരണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഉച്ചയായപ്പോൾ അവിടെ നിന്ന് ചോറ് കിട്ടി. എല്ലാവരും മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ എനിക്ക് പ്ലേറ്റിൽ ഭക്ഷണം വാങ്ങിയിട്ട് വെളുത്ത അരി, നമ്മുടെ പച്ചരി ചോറ് പോലത്തെ, പച്ചരിയല്ല കനം കുറഞ്ഞ അരി, ആ ചോറും സാമ്പാറും പൊരിയലും അപ്പളം ഒക്കെ ആയിട്ട്, പിന്നെ ഒരു ഊരുക അച്ചാർ ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ച് പിന്നെയും അവരിത് തന്നെ പ്രാക്ടീസും കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും പോയിട്ട് ടക്കു ടക്കു എന്ന് പറഞ്ഞ് ഇതടിച്ച് ഒരു താളം പോലും കൃത്യമാക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് പുള്ളി ഒരു പെട്ടെന്ന് ഒരു വിധി എഴുതുന്ന പോലെ നമ്മൾ പഠിക്കില്ല എന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷൻസൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഈ പുള്ളി മണിമാരൻ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, അത് പരവായില്ല, അത് റെഡിയാവും, നമ്മ ഫസ്റ്റ് തന്നെ കാലപ്പെടാണോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. വൈകുന്നേരമാക്കി ഈ സാധനങ്ങളൊക്കെ വീണ്ടും ചുമന്ന് വീണ്ടും എന്നെ കയറ്റിയിരുത്തി ഈ ഓരോ വീടുകളിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടാക്കി. എന്നിട്ട് എന്നെ ഒരു 10-10:30 ആയപ്പോൾ വീണ്ടും ഈ എൻ്റെ കിടക്കുന്ന സ്ഥലത്ത് ടി നഗറിലെ അവിടെ കൊണ്ടുവന്നു നിർത്തി. ഇങ്ങനെ ഒരു 2-3 ദിവസം മണിമാരൻ്റെ കൂടെ ബൈക്കിൽ കയറി കറങ്ങുക അല്ലാതെ ആ ഇൻസ്ട്രുമെൻ്റ് പഠിക്കാനുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള ഒരു കൃത്യമായ ക്ലാസ് നടന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ഒരു അസിസ്റ്റൻ്റ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഈ സാധനം പുറകിലിരുന്ന് പിടിക്കാനുള്ള ആളെന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം വേറെ എന്നെ ഇത് പഠിപ്പിക്കാനുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ സാറിനോട് എന്തെങ്കിലും പറയുമോ ഒന്നുമില്ല. ഇപ്പോൾ സാറ് ഈ 2-3 ദിവസം കഴിഞ്ഞ് സാറ് വന്നു, എന്തായി പഠിച്ചോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പഠിക്കൽ പോയിട്ട് ഇത് വടി പോലും കറക്റ്റ് ഇരിക്കുന്നില്ല സാർ, അത് ഒന്നും ചെയ്തിട്ടില്ല, പുള്ളിയുടെ കൂടെ ഇങ്ങനെ ബൈക്കിന് ചുറ്റി നടക്കുകയാണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അത് കുഴപ്പമില്ല, അത് സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, അതേ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ നാട്ടിലേക്ക് പൊയ്ക്കോ, എന്നിട്ട് ഞാൻ വിളിപ്പിക്കാം, നമുക്ക് പ്രൊഡ്യൂസറായിട്ട് ചെറിയൊരു ഡിസ്കഷൻ ശരിയായിട്ടില്ല, അപ്പോൾ ഞാൻ വിളിപ്പിക്കാൻ പോയിക്കോളാൻ പറഞ്ഞു. ഒറ്റയടിക്ക് സകല സാമ്രാജ്യവും കൺമുന്നിൽ ഇടിഞ്ഞ് തകർന്ന് വീഴുകയാണ്. കാലിൻ്റെ അടിയിൽ നിന്നുള്ള മണ്ണ് മുഴുവനും ഇങ്ങനെ ഒലിച്ചു പോകാമെന്നൊക്കെ പറയില്ല, അതൊക്കെ ശരിക്കും അനുഭവിച്ചു. കാരണം ഈ സിനിമയിൽ ഞാൻ വെല്ലുവിളിച്ചിട്ട് വന്നേക്കാണ്, ഇനി വരുന്നത് BMW വരുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ നാട്ടിൽ ഗമ ഇറക്കിയേക്കണം. അപ്പോൾ ഇനി എങ്ങനെ സിനിമയിൽ അഭിനയിക്കാതെ പോകാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ സങ്കടപ്പെട്ട് നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല ഇത് വിളിക്കും, ധൈര്യമായിട്ട് പൊയ്ക്കോ, ഇത് ശരിയാക്കിയിട്ട് എന്തായാലും ഉറപ്പായിട്ടും വിളിക്കുമെന്ന് പറഞ്ഞു. തിരിച്ച് വലിയ അഭ്യാസങ്ങളോ സന്തോഷമൊന്നുമില്ലാതെ തിരിച്ച് വരുന്നത് ലോക്കൽ ക്ലാസ്സിലാണ്. അങ്ങോട്ട് പോയത് സ്ലീപ്പർ ക്ലാസ്സിനാണെങ്കിൽ ഉണ്ടായിരുന്ന പൈസയൊക്കെ ഈ ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പൊക്കെ വാങ്ങിച്ച് തിന്ന് ആ പൈസ തീർത്ത് ലോക്കൽ ക്ലാസ് ട്രെയിനിന് കയറി വരികയാണ്. അമ്മയും മോനുമാണ്. അത് പാർവതി ചേച്ചിയും കാളിദാസുമായിരുന്നു. അപ്പോൾ പാർവതി ചേച്ചിനെ കണ്ട് ഞാനിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ്, എനിക്ക് എന്താ പറയുക, അമ്മയെ കണ്ട പോലെ. നമ്മുടെ നാട്ടിലുള്ള ഒരാളും പിന്നെ എന്താ പറയുക, സിനിമ എന്ന് പറയുന്ന സ്വപ്നമായിട്ട് വന്ന ഒരാളാണല്ലോ. അപ്പോൾ ആ സ്വപ്ന ലോകത്തെ ഒരു നായികയെ കാണുന്നു, നമുക്കൊരു പ്രതീക്ഷ അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ കാളിദാസൻ ചെറുതാണ്, കുട്ടിയാണ്. ഞാൻ പാർവതി ചേച്ചിയുടെ അടുത്ത് പോയി സംസാരിച്ചു.